ഹലോ എവ്രി വൺ. സോ നമ്മൾ UPSC സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു ബാച്ച് ആക്ച്വലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ 100%ഉം എക്സാമിൻ്റെ ഡീറ്റെയിൽസും, എക്സാം എപ്പോഴാണ് ഉണ്ടാവുക, എത്ര സ്റ്റേജസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, നമ്മുടെ ബാച്ച് എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ടേ കൊണ്ടുപോകുന്നത് തുടങ്ങിയിട്ട് എല്ലാ കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. സോ ഇപ്പോൾ നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ എക്സാമിനെ കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു ഓവറോൾ ഫ്രെയിം വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് അപ് ടു ആൻ എക്സ്റ്റെൻഡ് അത് ഹെൽപ്പ് ചെയ്യും ഫ്യൂച്ചറിൽ. ആൻഡ് ഈ ഒരു എക്സാം 70% മാർക്ക് മാത്രം ഡിഗ്രിയിൽ സ്കോർ ചെയ്താൽ 12th അല്ലെങ്കിൽ 10th പല പ്രാവശ്യം ഫെയിലായിട്ടുള്ള ആൾക്കാർ കൂടെ നല്ലോണം ഇരുന്ന് പഠിച്ച് ക്ലിയർ ചെയ്യുന്ന ഒരു എക്സാമാണ് സിവിൽ സർവീസ് എക്സാം. അതിൻ്റെ റീസൺ എന്താണെന്നറിയോ? ഈ ഒരു എക്സാമിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു കാരണവശാലും ചെക്ക് ചെയ്യില്ല. നിങ്ങളുടെ 10th മാർക്ക് എത്രയാണ്, 12th മാർക്ക് എത്രയാണ്, ഡിഗ്രി മാർക്ക് എത്രയാണ്, ഒരാളും നോക്കില്ല. ഓൺലി അവർ നോക്കാൻ പോകുന്നത് നിങ്ങൾ എത്രയാണ് എക്സാമിന് സ്കോർ ചെയ്തത്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ IIT JEE പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ അവരവിടെ നിങ്ങളുടെ 12th മാർക്കൊക്കെ നോക്കും അഡ്മിഷൻ്റെ സമയത്ത്. അപ്പോൾ കീമാണെങ്കിലും ഏതാണെങ്കിലും. പക്ഷേ UPSC സിവിൽ സർവീസ് എക്സാം അങ്ങനെയല്ല. ഇവിടെ നിങ്ങൾ എക്സാമിന് എത്രയാണ് സ്കോർ ചെയ്തത്, എക്സാമിൻ്റെ മാർക്ക് ബേസ് ചെയ്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് പുറത്തേക്ക് വിടുന്നത്. നിങ്ങളുടെ 10th മാർക്ക്, 12th മാർക്ക്, ഡിഗ്രി മാർക്ക് ഒന്നും മാറ്റർ ചെയ്യുന്നില്ല. PSCയിൽ തന്നെ പല ഇൻ്റർവ്യൂസിന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ PhD ഒക്കെ ഹോൾഡ് ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് കിട്ടും. പക്ഷേ UPSC സിവിൽ സർവീസ് എക്സാമിൽ എക്സാമിൻ്റെ മാർക്ക് ബേസ് ചെയ്തിട്ടുണ്ടാക്കുന്ന റാങ്ക് ലിസ്റ്റാണ് നിങ്ങൾക്ക് ജോബിലേക്ക് എത്തിക്കുന്നത്. 10th മാർക്ക്, 12th മാർക്ക്, ഡിഗ്രി മാർക്ക്, BSc ആണുള്ളത്, MSc ആണുള്ളത്, PhD ഉണ്ടോ, ഡോക്ടറേറ്റ് ഉണ്ടോ, ഒന്നും നോക്കില്ല. 10th ക്വാളിഫൈഡ് ആണോ ഓക്കെ, 12th ക്വാളിഫൈഡ് ആണോ ഓക്കെ, ഡിഗ്രി ക്വാളിഫൈഡ് ആണോ ഓക്കെ. അത്ര മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. ഫുൾ A+ കിട്ടിയവനും ഒരു A+ പോലും ഇല്ലാതെ ജസ്റ്റ് പാസ് ചെയ്യാനോ സിവിൽ സർവീസ് എക്സാം ബോർഡിൻ്റെ മുമ്പിൽ ഈക്വലാണ്. ആക്ച്വലി എക്സാമിൽ സ്കോർ ചെയ്യുന്ന മാർക്ക് ഇവിടെ മാറ്റർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് 10th, 12th, ഡിഗ്രിയിലൊക്കെ സപ്ലൈ ഉള്ള ആൾക്കാർ, ഫെയിലായിട്ടുള്ള ആൾക്കാരൊക്കെ അത് എങ്ങനെയൊക്കെയോ പാസ്സായിട്ട് ഇനി മുമ്പോട്ടേക്ക് എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ലാത്ത സമയത്ത് ഓക്കെ എനിക്ക് ഇനി എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ 4-5 മണിക്കൂർ ഇരുന്ന് പഠിച്ചിട്ട് എക്സാം സിവിൽ സർവീസ് എക്സാം ക്രാക്ക് ചെയ്യുന്നത്. രവികുമാർ എന്ന് പറഞ്ഞൊരു IAS ഓഫീസർ ഉണ്ട്. ആക്ച്വലി ഓൾ ഇന്ത്യ ടോപ്പ് 5 വന്നതാണ് റാങ്ക്. സോ IAS ഓഫീസറാണ് അദ്ദേഹം. 60% ഒക്കെ 10th, 12th സ്കോർ ചെയ്ത അത്രയും ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഒറ്റൊരു വർഷം ഇരുന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമ്മൾ നിങ്ങളുടെ ഒന്നിച്ചുണ്ടാവും. സോ ഞാൻ നമ്മുടെ ബാച്ചിൻ്റെ ഡീറ്റെയിൽസിലേക്ക് അങ്ങനെ പോകുന്നില്ല. കാരണം അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇപ്പോൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും. ഓക്കെ, നമുക്ക് എക്സാമിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. എന്നിട്ട് ബാച്ചിൻ്റെ ഫീസ് എത്രയാണ് കാര്യത്തിലേക്കൊക്കെ പോവാം. 699 മന്ത്ലി ഫീസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എനിവേ എനിക്കിപ്പോൾ ബാച്ചിനെ കുറിച്ചിട്ടല്ല എക്സാമിനെ കുറിച്ചിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹം. നമുക്ക് എക്സാമിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. ഈ ഒരു എക്സാം ആക്ച്വലി 3 സ്റ്റേജസിലായിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. ഐ എം സോ സോറി, ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, പ്രിലിംസ് അല്ല, നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയം തൊട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. രജിസ്ട്രേഷൻ, ഈ ഒരു എക്സാമിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് January 20th. January 20th to February 10th വരെ രജിസ്റ്റർ ചെയ്യാം. നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. ഏകദേശം ഒരു January ആകുമ്പോഴായിരിക്കും നോട്ടിഫിക്കേഷൻ വരിക. എന്നിട്ട് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് പ്രിലിമിനറി എക്സാമിനേഷനാണ്. ഇത് May 24th കണ്ടക്ട് ചെയ്യാം. ഇതിൻ്റെ റിസൾട്ട് ഒരു June 10th ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ റിസൾട്ട് വരും. അപ്പോൾ നോക്കാൻ പറ്റും നിങ്ങൾ പ്രിലിംസ് ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി ഫൈനൽ ഇയർ ആണെങ്കിലും നിങ്ങൾക്ക് പ്രിലിംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. മെയിൻസ് ആകുമ്പോഴത്തേക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി. മെയിൻസ് എക്സാം എന്ന് പറയുന്നത് പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത ആൾക്കാർക്ക് ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കിലാണ് മെയിൻസ് വരുന്നത്. ഇപ്പോൾ 2025 മെയിൻസ് നടന്നുകൊണ്ടിരിക്കുക. ഫൈനൽ സ്റ്റേജാണ് ഇൻ്റർവ്യൂ. പ്രിലിംസും മെയിൻസും ക്വാളിഫൈ ചെയ്ത ആൾക്കാർക്ക് ഇൻ്റർവ്യൂവിലേക്ക് എത്താം. ഈ മെയിൻസിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് ബേസ് ചെയ്തിട്ടാണ് മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ പ്രിലിംസിൻ്റെ മാർക്ക് പ്രിലിംസിൽ നിന്ന് മെയിൻസിലേക്ക് എത്താൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ. മെയിൻസിലെയും ഇൻ്റർവ്യൂവിൻ്റെ മാർക്കാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് തീരുമാനിക്കുന്നത്. ഈ മെയിൻസിൽ മാത്സ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ഏറ്റവും അധികം ആൾക്കാർ പേടിക്കുന്ന ഒരു സംഭവം മാത്സ് എന്ന് പറയുന്നത്. പ്രിലിംസിന് മാത്രമേ മാത്സ് വരുന്നുള്ളൂ, അതും ബേസിക് മാത്സ് മാത്രമേ വരുന്നുള്ളൂ. 10th ലെവലിലുള്ള ബേസിക് മാത്സ് പ്രിലിംസിന് മാത്രമേ വരുന്നുള്ളൂ. ആ പ്രിലിംസിൻ്റെ മാർക്ക് നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കില്ല. റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് മെയിൻസിൻ്റെ മാർക്കും ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും മാത്രമാണ്. ഓക്കെ, സോ ഞാൻ നമ്മുടെ എക്സാം സ്ട്രാറ്റജി എന്താണെന്നുള്ളത് ലാസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ എക്സാമിനെ കുറിച്ചൊരു ഓവറോൾ ഐഡിയ കിട്ടിയില്ല, സിലബസ് എന്താണ്, നമ്മുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം എന്നുള്ളത് ഞാൻ നമ്മുടെ ബാച്ചിൻ്റെ ഡീറ്റെയിൽസിന് പറഞ്ഞിട്ട് പറയാം. നമ്മൾ UPSCക്കും അതേപോലെ തന്നെ SSCക്കും പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക്
കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പാണ് നമ്മുടെ ആക്ച്വലി കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇന്നോവേഷൻ ഇൻക്യുബേഷൻ ഫൗണ്ടേഷൻ നമ്മുടെ സ്റ്റാർട്ടപ്പ് ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ദ ഹോണറബിൾ വൈസ് ചാൻസലർ ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൂഫ് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നോട് വാട്സാപ്പിൽ ചോദിച്ചാൽ മതി. രജിസ്ട്രേഷൻ അടക്കമുള്ള എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ നിങ്ങൾക്ക് വാട്സാപ്പിൽ അയച്ചുതരാം. സോ യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പാണ് ഞങ്ങളുടേത്. വെറുതെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളതല്ല, ജസ്റ്റ് ഒരു ബേസിസിൽ ഒരു കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തതല്ല. യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പാണ് നമ്മൾ ആക്ച്വലി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. വൈ ടു ചൂസ് അസ്? അഫോർഡബിൾ ഫീസ് 699 റുപ്പീസാണ് പെർ മന്ത് ഫീസ് വരുന്നത്. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ 999 പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 699 നിങ്ങളുടെ ഫസ്റ്റ് മന്തിലെ ഫീസാണ്. ഫസ്റ്റ് മന്തിലെ ഫീസ് ഒരു അഡ്മിഷൻ ഫീസായിട്ട് ഒരു 300 റുപ്പി വാങ്ങുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു അഡ്മിഷൻ ഫീസ് മാത്രമാണ്. സോ അഡ്മിഷൻ ഫീസായിട്ട് ഒരു 300 699 നിങ്ങളുടെ മന്ത്ലി ഫീസ്, ഫസ്റ്റ് മന്ത്ലി ഫീ. അങ്ങനെ 999 റുപ്പീസ് പേ ചെയ്താൽ നിങ്ങളെ ഞാൻ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ആഡ് ചെയ്യാം. കമ്മ്യൂണിറ്റിയിൽ നിന്ന് പിന്നെ ക്ലാസ്സും ബാക്കി ഡീറ്റെയിൽസൊക്കെ ഓറിയൻറ്റേഷൻ ക്ലാസ്സും ഫസ്റ്റ് ക്ലാസ് ഓറിയൻറ്റേഷൻ ക്ലാസ് ആയിരിക്കും. അബ്സല്യൂട്ട്ലി 0 സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമ്മൾ പതുക്കെ ലെവലപ്പ് ചെയ്തിട്ട് പോകും. 999 ആണ് നിങ്ങളുടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പേ ചെയ്യേണ്ടത്. ഇമാജിൻ നമ്മളെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് September 1 നിങ്ങളിപ്പോൾ 999 പേ ചെയ്ത് ഞാൻ ബാച്ചിലേക്ക് ആഡ് ചെയ്യാം. September 1 to October 1 വരെ ബാച്ചിലിരിക്കാം. October to November 1 വരെ മന്ത്ലി കണ്ടിന്യൂ ചെയ്യാൻ പിന്നെ എത്രയാവുള്ളൂ? 699 റുപ്പീസ് മാത്രമേ ആവുള്ളൂ. എന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് ഫീസാണ് നമ്മൾ ആക്ച്വലി എല്ലാം കൂടെ വാങ്ങുന്നത്. നമ്മുടെ എക്സ്പ്ലനേഷൻ പ്രോപ്പറായിട്ട് പ്യൂറായിട്ട് മലയാളത്തിലായിരിക്കും, പക്ഷേ നോട്ട്സ് ഇംഗ്ലീഷിലായിരിക്കും. ഓക്കെ, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് റെക്കോർഡഡ് സെഷനാണ്. കാരണം നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും വർക്കിംഗ് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണെങ്കിലും ഇപ്പോൾ റിസർച്ച് ആണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. MSc ആണെങ്കിലോ BSc ആണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിലും നമ്മളെല്ലാവരും പറഞ്ഞ ടൈമിൽ എല്ലാവർക്കും എത്താൻ പറ്റണമെന്നില്ല. അപ്പോഴാണ് ശരിക്കും ബുദ്ധിമുട്ട് വരുന്നത്. ആദ്യം നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരേ ടോപ്പിക്ക് 3 സെഷൻസിലായിട്ട് രാവിലെ 7:30 വൈകുന്നേരം 3:30 രാത്രി 7:30 എന്നൊക്കെ പറഞ്ഞ് 3 സെഷനിലൊക്കെ ആയിട്ട് നമ്മൾ 2023 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എടുത്തതിൻ്റെ ബേസിസിലാണ് പിന്നെ നമുക്ക് ലൈവ് പോസിബിൾ അല്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. സോ ക്ലാസ് നല്ല ഹൈ ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യും. അത് കണ്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പ്രിലിംസിൻ്റെ മെയിൻസിൻ്റെ 100% സിലബസ് നമ്മൾ കവർ ചെയ്യുന്നതാണ്. പ്ലസ് നിങ്ങൾക്ക് ഓപ്ഷണൽ സബ്ജക്റ്റും ഇതിനകത്ത് തന്നെ ഇൻക്ലൂഡഡ് ആണ്. സെപ്പറേറ്റ് ആയിട്ട് ഓപ്ഷണൽ സബ്ജക്റ്റ് എല്ലാവരും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമ്മൾ ഓപ്ഷണൽ സബ്ജക്റ്റും ഇതിനകത്ത് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സോഷ്യോളജിയാണ് ഇവിടെ ഓപ്ഷണലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സാംസും ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് എന്തായാലും ഉണ്ടാവും. ഡെയിലി ക്ലാസ് ഉണ്ടാവും. 6 PM ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു ടൈം. റെക്കോർഡഡ് ക്ലാസ് ആയതുകൊണ്ട് അടുത്ത ദിവസം 6 PM 24 hours നിങ്ങൾ കണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. ക്ലാസിൻ്റെ ആക്സസ് അവിടെ എപ്പോഴും ഉണ്ടാവും. ക്ലാസിൻ്റെ ആക്സസ് നിങ്ങളിപ്പോൾ ഒരു 4 മാസം കഴിഞ്ഞ് ക്ലാസ് കാണാൻ നോക്കിയാലും ക്ലാസ് അവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ 24 hours റെക്കോർഡ് സെഷൻസ് ആണെങ്കിൽ പോലും 24 hours ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ഡെയിലി സെറ്റ് ചെയ്യേണ്ട ടാർഗറ്റാണ്. അത് നിങ്ങളെ മുമ്പോട്ടേക്ക് ഹെൽപ്പ് ചെയ്യുള്ളൂ. സോ 6 PM എന്ത് ചെയ്യുക, ക്ലാസ് പ്രൊവൈഡ് ചെയ്യാം. റെക്കോർഡ് ക്ലാസ് അപ്പം തന്നെ ഇരുന്ന് കാണണം. പറ്റിയില്ലെങ്കിൽ അന്ന് കിടക്കുന്നതിന് മുമ്പെങ്കിലും കണ്ടിട്ട് മാത്രം കിടക്കുക. ടാർഗറ്റ് അച്ചീവ് ചെയ്യുക. റെക്കോർഡഡ് ലെക്ചേഴ്സ് ആയിരിക്കും. വാച്ച് എനി ടൈം. അതിപ്പോൾ ബസ്സിലോ ട്രെയിനിലോ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു ഹെഡ്ഫോൺ യൂസ് ചെയ്ത് കേൾക്കാവുന്നതാണ്. ഫുൾ സിലബസ് കവറേജ് ഉണ്ടാവും പ്രിലിംസിന് മുമ്പായിട്ട്. റെഗുലറായിട്ട് മോക്ക് ടെസ്റ്റും എക്സാംസും നമ്മൾ മാക്സിമം കണ്ടക്ട് ചെയ്യും. ഓപ്ഷണലും ഇൻക്ലൂഡഡ് ആണ്. UPSC ബേസിസിൽ പറയുകയാണെങ്കിൽ സോഷ്യോളജി നമ്മൾ ഇൻക്ലൂഡഡ് ആണ്. ഫീസ് ഒരു അഡ്മിഷൻ ഫീ ആയിട്ട് ഒരു 300 ഒരു 699 ഫസ്റ്റ് മന്തിലെ ഫീ. അങ്ങനെ വൺ ടൈം പേയ്മെൻ്റ് ആണ് 999 999. സോ 999 പേ ചെയ്താൽ ബാച്ചിലേക്ക് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞാൽ മന്ത്ലി ഫീസ് വരുന്നത് വെറും 699 മാത്രമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ 999 പേ ചെയ്ത് ജോയിൻ ചെയ്താൽ November 1 വരെ നിങ്ങൾക്ക് ബാച്ചിലിരിക്കാം. November 1 അല്ല, October 1 വരെ നിങ്ങൾക്ക് ബാച്ചിലിരിക്കാം. September 1 to October 1 വരെ ബാച്ചിലിരിക്കാം. October to November 1 വരെ മന്ത്ലി പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ 699 മാത്രമേ ഫീസ് വരുന്നുള്ളൂ. സോ വളരെ അഫോർഡബിൾ ആയിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. മുമ്പേ നമ്മൾ 1000 പെർ മന്ത് ആയിരുന്നു എടുത്തുകൊണ്ടായിരുന്ന മന്ത്ലി. പക്ഷേ ഇപ്പോൾ അത് 699 പെർ മന്ത് ആക്കിയിട്ടുണ്ട്. ബെനിഫിറ്റ്സ് മലയാളത്തിലായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുക. അഫോർഡബിൾ ആണ്, വളരെ അഫോർഡബിൾ ആണ്. കാരണം 1.5-2 ലക്ഷം രൂപയ്ക്കാണ് പല ഇൻസ്റ്റിറ്റ്യൂട്ടും ചാർജ് ചെയ്യുന്നത്. സ്ട്രക്ചർഡ് ആയിട്ടുള്ള സിലബസ് കവറേജ് ഉണ്ടാവും. അതിപ്പോൾ UPSCക്ക് ആണെങ്കിലും നിങ്ങൾക്ക് SSCക്ക് ആണെങ്കിലും പ്രിപ്പയർ ചെയ്യാം. SSC ആണെങ്കിൽ 499 ആണ് മന്ത്ലി ഫീസ് വരുന്നത്. ഹൗ ടു ജോയിൻ? പിന്നെ വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ ജസ്റ്റ് വാട്സാപ്പിൽ റിക്വസ്റ്റ് എ കോൾ എന്നൊരു മെസ്സേജ് അയച്ചാൽ മതി.
ഞാനൊരു ടൈം വരെ ആ സമയത്ത് നമുക്ക് സംസാരിക്കാം. കാരണം ഒരുപാട് ആൾക്കാർ കണ്ടിന്യൂസ് ഒരേ സമയത്ത് വിളിക്കുമ്പോൾ ആരോടും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ. അത്രയും നല്ലൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ഷെഡ്യൂളാണ് നമുക്ക് ആക്ച്വലി ഉള്ളത്. ക്ലാസ്സസ് എടുക്കണം, എൻക്വയറീസും ഹാൻഡിൽ ചെയ്യണം. സോ നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. അതല്ല നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ ഫീ പേ ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി വളരെ ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. സോ September 1 ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും. ഇൻട്രസ്റ്റിംഗ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യും. ഇനി നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി എന്താണ്, സിലബസ് എന്താണ് നമുക്ക് നോക്കാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള കുറച്ച് ഇമേജസ് ഉണ്ട്, അതുകൂടി ഞാൻ കാണിച്ചു തരാം. പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ, ഇതാണല്ലോ നമ്മുടെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. പ്രിലിംസ് ആക്ച്വലി 2 പേപ്പേഴ്സ് ഉണ്ടാവും. GS പേപ്പർ 1, GS പേപ്പർ 2, CSAT. ഇതിൽ ഞാൻ പറഞ്ഞുതരാം. പ്രിലിംസ് രാവിലെ തൊട്ട് ഉച്ച വരെ GS 1 ആയിരിക്കും. ഉച്ച തൊട്ട് വൈകുന്നേരം വരെ CSAT. ഇത് ഒറ്റ ദിവസമായിരിക്കും ഒരു എക്സാം ഉണ്ടാവും. ഒറ്റ ദിവസം. കോഴിക്കോട്, എറണാകുളം, ട്രിവാൻഡ്രം 3 സെൻറ്റേഴ്സ് ആക്ച്വലി ഉണ്ടാവും. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും അവർ എക്സാം കണ്ടക്ട് ചെയ്യുക. ഈ GSൽ സിലബസ് ഹിസ്റ്ററി, ജോഗ്രഫി, പോളിറ്റി, ഇക്കണോമിക്സ്, സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് എക്സെട്ര, ഇതൊക്കെയാണ് സിലബസ്. CSATൽ വരുന്നത് ബേസിക് മാത്സ് ആണ്, റീസണിങ്, പിന്നെ ഇംഗ്ലീഷ്, റീഡിങ് കോംപ്രഹെൻഷൻ. ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞില്ല, റീഡിങ് കോംപ്രഹെൻഷൻ നമുക്ക് പറയാം. റീഡിങ് കോംപ്രഹെൻഷൻ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ആക്ച്വലി വരുന്നത്. ഇതിൽ CSATൽ എല്ലാവരും സ്കോർ ചെയ്യേണ്ടത് 266.6 മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾ ക്വാളിഫൈഡാണ്. 266.6 മാർക്ക് മാത്രമേ നിങ്ങൾ സ്കോർ ചെയ്യണ്ടൂ. സിസ്റ്റമാറ്റിക്കായിട്ട് ഇരുന്ന് പഠിച്ചാൽ CSAT ക്വാളിഫൈ ചെയ്യാം. നമ്മൾ വിചാരിക്കുന്ന എല്ലാ സാറ്റർഡേ സൺഡേസിൽ എന്ത് ചെയ്യുക, CSATൻ്റെ 2 ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ട് Monday to Friday ഡെയിലി ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാമെന്നാണ്. അങ്ങനെ ആകുമ്പോൾ ഒരു വർഷം അങ്ങനെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്സും സെറ്റാവും, പിന്നെ റീസണിങ് സെറ്റാവും, റീഡിങ് കോംപ്രഹെൻഷനും സെറ്റാവും. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 4 മാസം ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ CSAT തന്നെ ആയിരിക്കും. സോ അങ്ങനെ പോവുകയാണെങ്കിൽ ഈ 200 66.6 മാർക്ക് ഈസിലി യു വിൽ ബി ഏബിൾ ടു അച്ചീവ്. ഈ GS 1 എന്ന് പറയുന്നത് 200 തന്നെ ഉണ്ടാവുക. ഇതിൽ ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കട്ട് ഓഫ് എല്ലാ വർഷം ഡിഫറെൻറ്റാണ്. ഒരു എക്സാമ്പിൾ പറയും. ജനറൽ കാറ്റഗറി ഇപ്പോൾ 90 മാർക്ക് 200 സ്കോർ ചെയ്യേണ്ടി വരുവാണെങ്കിൽ OBC പെട്ട കുട്ടികൾ ഒരു 88 അല്ലെങ്കിൽ ഒരു 89 ആയിരിക്കും വേണ്ടി വരിക. SC ST ആണ് നിങ്ങളുടെ കാസ്റ്റിംഗ്, ഒരു 65 മാർക്കൊക്കെ ഔട്ട് ഓഫ് 200 കിട്ടിയാൽ നിങ്ങൾ ഈ ഒരു പേപ്പർ ക്വാളിഫൈ ആവും. ഇത് ക്വാളിഫൈ ചെയ്താൽ പിന്നെ മെയിൻസിൽ നിങ്ങളുടെ ഈ ബാക്ക്ഗ്രൗണ്ട് നോക്കില്ല. പ്രിലിംസിൻ്റെ മാർക്ക് മെയിൻസിന് ആവശ്യമില്ല. മെയിൻസിൽ ഇംഗ്ലീഷ് കമ്പൽസറി ആയിട്ട് ഒരു ഇംഗ്ലീഷ് പേപ്പർ അറ്റൻഡ് ചെയ്യണം. പിന്നെ ഒരു റീജിയണൽ ലാംഗ്വേജ് ചൂസ് ചെയ്യണം. നിങ്ങൾക്ക് മലയാളം എടുക്കാം, അല്ലെങ്കിൽ ഹിന്ദി എടുക്കാം. നിങ്ങൾ 10th and 12th ഇംഗ്ലീഷ് അറ്റൻഡ് ചെയ്തിട്ടില്ലേ? ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ടായിരുന്നില്ലേ? പാസേജ് ചോദിക്കാം, പാസേജ് എന്ന ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്ന് വെച്ചാൽ മെർക്കുറി ഇത്രയും ടോക്സിക് ആയിട്ടൊരു സബ്സ്റ്റൻസ്, അതിനെക്കുറിച്ച് താഴെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. മെർക്കുറി എത്രത്തോളം ഹാംഫുൾ ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ഒരു പാസേജിൽ പറയുന്നത്. അങ്ങനെയുള്ള പാസേജ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അതേപോലെ തന്നെ essay ചോദിക്കാം. essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. സോ അങ്ങനെയുള്ള പാസേജ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഇംഗ്ലീഷിൽ ഉണ്ടാവുക. ഈ റീജിയണൽ ലാംഗ്വേജ് മലയാളം അല്ലെങ്കിൽ ഹിന്ദി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതിൽ മൊബൈൽ ഫോണിനെ കുറിച്ചുള്ള അഡിക്ഷൻ, അല്ലെങ്കിൽ മാറുന്ന കാലാവസ്ഥയെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്ന ഡ്രഗ്സ്, ഇങ്ങനെയുള്ള ടോപ്പിക്സിനെ കുറിച്ച് essay ഉണ്ടാവാം. അതിൽ തന്നെ എത്ര മാർക്കുണ്ട്? ഈ 300 മാർക്കിൽ ഏകദേശം എത്രയാ, റഫ്ലി 80 മാർക്കിൻ്റെ അടുത്ത് സ്കോർ ചെയ്താൽ തന്നെ നിങ്ങൾ ഈ ഒരു പേപ്പറും ക്വാളിഫൈഡ് ആണ്. റഫ്ലി അത്രേ ആകെ ആവശ്യമുള്ളൂ. അതിൽ essay തന്നെ 100 മാർക്കിന് essay തന്നെയുണ്ട്. മേ ബി ഡ്രഗ്സിനെ കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ഇന്നത്തെ മാറുന്ന കാലാവസ്ഥ, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അഡിക്ഷൻ, ഇങ്ങനെയുള്ള എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചിട്ട് മലയാളത്തിൽ essay ചോദിക്കാം. അതേപോലെ പാസേജ്, ഇതേപോലെ പാസേജ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാം. ഈ 2 പേപ്പേഴ്സും ക്വാളിഫയിങ് പേപ്പേഴ്സും മാത്രമാണ് മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഈ പേപ്പർ ഉപയോഗിക്കല്. ഇത് ക്വാളിഫയിങ് പേപ്പേഴ്സ് മാത്രമാണ് മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഒന്ന് essay എഴുതാൻ ചോദിക്കും. നല്ല രീതിയിൽ ഒരു ടോപ്പിക് തന്നെ essay എഴുതാൻ ചോദിക്കും. GS 1, GS 2, GS 3, GS 4 ഇങ്ങനെ 250 മാർക്കിൻ്റെ 4 പേപ്പർ, മൊത്തം 1000 മാർക്ക് ഇവിടെ ഉണ്ടാവും. essayക്ക് ഒരു 250. ഓപ്ഷനലിൻ്റെ 2 പേപ്പർ അറ്റൻഡ് ചെയ്യണം. ഒന്ന് 250, രണ്ടാമത്തെ 250. അങ്ങനെ മൊത്തം 1750 മാർക്ക് മാക്സിമം റിട്ടൺ എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത്. പ്ലസ് ഒരു 275 മാർക്ക് ഇൻ്റർവ്യൂ. അങ്ങനെ മൊത്തം 2025 നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം മാർക്ക്. ഇതിലൊരു 1000-ന് മുകളിൽ സ്കോർ ചെയ്താൽ തന്നെ നിങ്ങൾ ടോപ്പ് 30 ഉണ്ടാവും. ടോപ്പ് 30 നിങ്ങളുണ്ടാവും. ടോപ്പ് 30 റാങ്കിൽ നിങ്ങളുണ്ടാവും. നിങ്ങൾക്ക് IAS വേണമെങ്കിൽ ജനറൽ കാറ്റഗറി പെട്ടൊരു കുട്ടി ഒരു ഓൾ ഇന്ത്യ റാങ്ക് ഒരു 90-ക്കുള്ളിൽ വരണം അപ്രോക്സിമേറ്റ്ലി. OBC പെട്ടൊരു കുട്ടി 250 റാങ്കിനുള്ളിൽ
വരണം. SC/ST പെട്ടൊരു കുട്ടി ഒരു 450 റാങ്കിൽ വരണം. ജനറൽ കാറ്റഗറി IPS ആണ് നോക്കുന്നെങ്കിൽ 250 റാങ്ക് വന്നാൽ മതി. OBC 450 IPS വന്നാൽ മതി. SC/ST ഒരു 600 IPS വന്നാൽ മതി. ഈ 2025 ഒരു 1000 മുകളിൽ സ്കോർ ചെയ്ത് തന്നെ നിങ്ങൾ ടോപ്പ് ഒരു 30 റാങ്കിലായിരിക്കും നിങ്ങൾ വരിക. കേരളത്തിൽ തന്നെ നിങ്ങൾ ടോപ്പേഴ്സ് ആയിരിക്കും. ഓൾ ഇന്ത്യ ലെവലിൽ ടോപ്പ് 30s തന്നെ നിങ്ങൾക്ക് വരാം. സോ നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ ഈ ഒരു റാങ്കിനുള്ളിൽ വന്നാൽ മതി എന്നായിരിക്കരുത്. ജനറൽ ആണെങ്കിൽ ഓക്കെ 90ക്കുള്ളിൽ വന്നാൽ മതി, OBC ആണെങ്കിൽ ഓക്കെ 250ക്കുള്ളിൽ വന്നാൽ മതി, അങ്ങനെ ആയിരിക്കരുത്. ടോപ്പ് 30s വരണം എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഒരു അൾട്ടിമേറ്റ് എയിം. സോ ആ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സർവീസ് നിങ്ങൾക്ക് കിട്ടും. അതിപ്പോൾ IAS ആണെങ്കിൽ നിങ്ങൾക്ക് IAS കിട്ടാം, IPS ആണെങ്കിൽ IPS കിട്ടും, IFS ആണെങ്കിൽ IFS എടുക്കാം. ഇന്ത്യൻ ഫോറിൻ സർവീസ് IFS എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്ത് US, ജർമ്മനി പോലുള്ള പല ഫോറിൻ കൺട്രീസിൽ നിങ്ങൾക്ക് പോയിട്ട് സർവീസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ജർമ്മനിയിലുള്ള ഇന്ത്യൻ എംബസിയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്തെന്ന് വിചാരിച്ചോ, ആ എംബസിയിലെ ഹെഡ് നിങ്ങൾ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് അവിടെയുള്ള ഇന്ത്യൻസിൻ്റെ പാസ്പോർട്ട് വെരിഫിക്കേഷൻസ് ആണെങ്കിൽ ഡിപ്ലോമാറ്റിക് മീറ്റിംഗ്സിലൊക്കെ നിങ്ങൾക്ക് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങളുടെ മൊത്തം എക്സ്പെൻസ് വഹിക്കുക ഗവൺമെൻറ് ആയിരിക്കും. സോ ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്ന ആൾക്കാർക്ക് ഗവൺമെൻറ് സർവീസ് തന്നെ ചൂസ് ചെയ്യാം. IFS എടുത്തിട്ട് പുറത്തേക്ക് പോകാം, പുറത്ത് എംബസീസിൽ വർക്ക് ചെയ്യാം. സിവിൽ സർവീസ് തന്നെയാണ്, മൊത്തം എക്സ്പെൻസ് ഗവൺമെൻറ് വഹിക്കും. നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് നിങ്ങളുടെ ആഗ്രഹം പോലെ സർവീസ് ചെയ്യാം. ഇനി IAS, IPS, IRS പോലത്തെ നല്ല സർവീസ് വേണമെങ്കിലും അപ്പോഴും ഓപ്ഷൻസ് ഉണ്ട്. UPSCയുടെ സിലബസ് കവർ ചെയ്ത KS, SSC, PSC നിങ്ങൾക്ക് എന്തൊക്കെ എഴുതണോ അതൊക്കെ എഴുതാം. കാരണം ഇതിൽ ജനറൽ നോളജ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടും. ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ സ്ട്രാറ്റജി എന്താണെന്ന് പറഞ്ഞുതരാം. ഇതിൽ ഹിസ്റ്ററി, ജോഗ്രഫി, പോളിറ്റി, ഇക്കണോമിക്സ് ആണ് കോർ സബ്ജക്റ്റ്. ഇത് നമ്മൾ ഡിസംബർ ആകുമ്പോഴത്തേക്ക് തീർക്കും. സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. പിന്നെ കുറച്ച് മിസലേനിയസ് ടോപ്പിക്സ് ഉണ്ട്. അതായത് ഇൻ്റർണൽ സെക്യൂരിറ്റി, ഇൻ്റർനാഷണൽ റിലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ഇതൊക്കെ ഒരു ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് നമ്മൾ കവർ ചെയ്യും. സോ നിങ്ങളുടെ GSC ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് തീരും. സെപ്റ്റംബറിൽ ഓപ്ഷണൽ തുടങ്ങും. ഡിസംബർ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്റ്റ് സോഷ്യോളജി നമ്മൾ കവർ ചെയ്യും. സോ ഓപ്ഷണലും കഴിഞ്ഞു, GSും കഴിഞ്ഞു. പിന്നെ ആകെ ബാക്കിയുള്ളത് CSAT. എല്ലാ ആഴ്ചയിലും നമ്മൾ സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ ഒരു ദിവസമെങ്കിലും ഒരു CSAT ക്ലാസ് ഉണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. ഫെബ്രുവരി തൊട്ട് പിന്നെ മെയ് വരെ കണ്ടിന്യൂസ്ലി നമ്മൾ CSAT തന്നെയായിരിക്കും വർക്കൗട്ട് ചെയ്യുന്നത്. CSAT, ഓപ്ഷണൽ, GS നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റഡ് ആണ്. പിന്നെ ആകെയുള്ളത് SAയും ലാംഗ്വേജാണ്. ലാംഗ്വേജിന് അധികം പ്രാക്ടീസ് ആവശ്യമില്ല. പിന്നെ SA മാത്രമേ ഉള്ളൂ. SAക്ക് നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നത് മാത്രമേ ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. മാക്സിമം SA ചെയ്ത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ട് ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യുക, ടൈം കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുക, ഫോമാറ്റ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുക. അതിനനുസരിച്ചുള്ള വർക്കൗട്ടും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യും. ബട്ട് ദ നെക്സ്റ്റ് തിങ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇമേജസ് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, നമ്മുടെ സിലബസ് എന്ന് വെച്ചാൽ പ്രിലിംസിന് GSും CSAT ഉണ്ടാവും. GSൽ ഹിസ്റ്ററി, ജോഗ്രഫി, പോളിറ്റി, ഇക്കണോമിക്സ്, എൻവയോൺമെൻറ്റ്, സയൻസ് ആൻഡ് കറണ്ട് അഫെയർസ്, പിന്നെ കുറച്ച് ഇൻറ്റേർണൽ സെക്യൂരിറ്റി, അങ്ങനെ കുറച്ച് മിസലേനിയസ് ടോപ്പിക്സ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മളൊരു ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് തീർക്കും. നമ്മൾ വീക്കെൻഡ്സിൽ CSAT വർക്കൗട്ട് ചെയ്യും. പ്ലസ് ഫെബ്രുവരി തൊട്ട് മെയ് വരെ കംപ്ലീറ്റ്ലി നമ്മൾ CSAT ഫോക്കസ് ചെയ്യും. മെയിൻസിന് 9 പേപ്പർ ഉണ്ട്. അതിൽ ഒന്ന് ഇംഗ്ലീഷ്, ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ട് മലയാളം അല്ലെങ്കിൽ ഹിന്ദി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇത് ക്വാളിഫയിങ് പേപ്പർ മാത്രം, മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കില്ല. ബാക്കിയുള്ളത് 7 പേപ്പേഴ്സ്. SA 4 GS പേപ്പർ, പിന്നെ 2 ഓപ്ഷണൽ പേപ്പർ. ഓപ്ഷണൽ സോഷ്യോളജി എടുത്ത് സോഷ്യോളജിക്ക് 2 പേപ്പർ ഉണ്ടാവും. GSന് ടോട്ടൽ എത്ര ഉണ്ടാവുക? 4 GS പേപ്പേഴ്സ് ആക്ച്വലി ഉണ്ടാവും. പിന്നെ SA നമ്മൾ ക്വാളിഫയിങ് പേപ്പറിനെ കുറിച്ച് ഓൾറെഡി സംസാരിച്ചു. അവസാനം ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ടാവും. ഇതിൽ GS അത് എക്സ്പാൻഡ് ചെയ്താൽ ഹിസ്റ്ററി, ഇപ്പോൾ GS 1 ഏതൊക്കെയാണ് വരുന്നത്? ഹിസ്റ്ററി വരും, ആർട്ട് ആൻഡ് കൾച്ചർ, ഇന്ത്യൻ സൊസൈറ്റി, ജോഗ്രഫി, പിന്നെ അതിൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, ആൻഷ്യൻ ഹിസ്റ്ററി, അതൊക്കെ അതിൽ വരും. GS 2 ഏതൊക്കെയാണ് വരിക? പോളിറ്റി, ഗവർണൻസ്, ഇന്റർനാഷണൽ റിലേഷൻ, സോഷ്യൽ ജസ്റ്റിസ് ഒക്കെ വരും. GS 3 ഏതൊക്കെയാണ് വരും? ഇക്കണോമിക്സ്, അഗ്രികൾച്ചർ, എൻവയോൺമെൻറ്റ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഇന്റേണൽ സെക്യൂരിറ്റി ഒക്കെ വരും. GS 4 എന്താ വരിക? എത്തിക്സ് ആൻഡ് ഇന്റഗ്രിറ്റി, ആപ്റ്റിറ്റ്യൂഡ്, കേസ് സ്റ്റഡീസ് ഒക്കെ വരിക. സോ മെയിൻസിലുള്ള 4 GS പേപ്പേഴ്സിൻ്റെ സിലബസ് ഇവിടെ ഉണ്ടല്ലോ, ഓൾ ക്ലിയർ. CSAT പ്രിലിംസിന് മാത്രമേ ഉള്ളൂ ബേസിക് മാത്സ്, റീസണിങ് ഒക്കെ ആക്ച്വലി ഇതിൽ വരിക. ഓപ്ഷണൽ, ഒരു ഓപ്ഷണൽ സബ്ജക്റ്റിൻ്റെ 2 പേപ്പേഴ്സ് ഉണ്ടാവും. സോഷ്യോളജി എടുക്കുന്നുണ്ടെങ്കിൽ സോഷ്യോളജിക്ക് പേപ്പർ 1, പേപ്പർ 2 അങ്ങനെ 2 പേപ്പർ ഉണ്ടാവും. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പിന്നെ പൊളിറ്റിക്കൽ സയൻസ്, അങ്ങനെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ജോഗ്രഫി എടുക്കാം, ഹിസ്റ്ററി എടുക്കാം, ലിറ്ററേച്ചർ എടുക്കാം. പക്ഷേ നമുക്കെല്ലാം പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മളൊരു സോഷ്യോളജി പേപ്പർ തരുന്നു. കാരണം അത് എല്ലാ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികൾക്കും പഠിക്കാൻ ഓക്കെയാണ്. 2 essay ഉണ്ടാവും എഴുതാൻ. അത് സോഷ്യൽ, പൊളിറ്റിക്കൽ, ഇക്കണോമിക്, ഫിലോസഫിക്കൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. അതിന് കൃത്യമായിട്ട് സ്ട്രക്ചർ ഉണ്ടാവണം, ഇൻട്രൊഡക്ഷൻ, സബ്ജക്റ്റ് ഉണ്ടാവണം, ഒരു കൺക്ലൂഷൻ ഉണ്ടാവണം, എക്സാമ്പിൾസ് ഒക്കെ ഉണ്ടാവണം. നമ്മളത് പ്രാക്ടീസ് തരും. വീക്കിൽ പ്രാക്ടീസ് ഉണ്ടാവും.
സോ ദ ഇമ്പോർട്ടൻറ്റ് തിങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് September 1 ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ $9.99 പേ ചെയ്ത് ജോയിൻ ചെയ്യാം. മന്ത്ലി $6.99 ആണ് ഫീസ് ആയിട്ട് ഉണ്ടാവും. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ജോയിൻ ദ ബാച്ച് ബൈ മേക്കിംഗ് ദി പേയ്മെൻറ്റ്. ലെറ്റ് മീ നോ ആസ് സൂൺ ആസ് പോസിബിൾ. ഓക്കെ.